എക്സ്ക്യൂസ് മീ, എന്താ? റെയിൻബോ ടെക്സ്റ്റൈൽസിലാണോ വർക്ക് ചെയ്യുന്നത്? അതെ, ഞാനവിടെ പലതവണ വന്നിട്ടുണ്ട്. ഇയാളെ കണ്ടിട്ടുണ്ട്. ആ, ഓക്കെ. അമ്മയാണോ അകത്ത് കിടക്കുന്നത്? അതെ. ഞാൻ ജ്യോതിഷ്, ബിസിനസ്സാണ്. ഇതെൻ്റെ ഫ്രണ്ട് ജെറി. ഇവൻ്റെ അപ്പൻ ഇവിടെ അഡ്മിറ്റാണ്. അവൾ ശരിയെന്ന അർത്ഥത്തിൽ തലയാട്ടി നടക്കാൻ തുടങ്ങി. അവൻ തടഞ്ഞു. പേര് പറഞ്ഞില്ല. പ്രതീക്ഷ. നല്ല പേര്. എവിടേക്കാ? ക്യാൻറ്റീനിലേക്കാണോ? ഞാൻ വരുന്നു. അവൾക്ക് വേണ്ട എന്ന് പറയാൻ കഴിഞ്ഞില്ല. ക്യാൻറ്റീനിൽ അവൾക്കെതിരായി അവനിരുന്നു. 2 കോഫി ഓർഡർ ചെയ്തു. അവൾ ആകെ അസ്വസ്ഥയായിരുന്നു. വെറുതെ ഫോണെടുത്ത് സഞ്ജുവിൻ്റെ മെസ്സേജ് വല്ലതും ഉണ്ടോ എന്ന് നോക്കി. ഏയ്, യു ആർ സോ ബ്യൂട്ടിഫുൾ. അവൾ തല ഉയർത്തി. എന്താ? താനാളൊരു സുന്ദരിയാണെന്ന്. ഓ, നന്ദി. തൻ്റെ ഫോൺ നമ്പർ തരാമോ? എന്തിനാ? ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കാമല്ലോ. എനിക്ക് താല്പര്യമില്ല. അതെന്താ, എൻഗേജിലാണോ? അതെ. ഹോ, അതാരായാലും വിളിക്കാനും ഭാഗ്യവാനായിട്ടോ. അവൻ്റെ മുഖത്തെ നിരാശാഭാവം കണ്ട് അവൾക്ക് ചിരി വന്നു. അതേ ചിരിയോടെ ക്യാൻറ്റീൻ്റെ വാതിൽക്കിലേക്ക് നോക്കി അവൻ ഞെട്ടിപ്പോയി. അവരെയും നോക്കി നിൽക്കുന്ന സഞ്ജു. 2 പേരെയും മാറി മാറി നോക്കിയ ശേഷം അവൻ പുറത്തേക്ക് നടന്നു. അവൾ പിന്നാലെ ഓടി. സഞ്ജു ബൈക്കിൽ കയറി. നീ എന്താ ഇവിടെ വരെ വന്നിട്ട് ഒന്നും ഇടാതെ പോകുന്നേ? ഓ വേണ്ട, അതിനൊക്കെ നിനക്കിപ്പോൾ വേറെ ആളുണ്ടല്ലോ. സഞ്ജു, നീ കാര്യമായി സംസാരിക്കരുത്. 3 ദിവസമായിട്ട് ഞാൻ നിന്നെ വിളിക്കുന്നു. ഫോൺ എൻ്റെ കയ്യിലില്ലായിരുന്നു. എല്ലാം വിശദീകരിച്ച് ഞാൻ മെസ്സേജ് വിട്ടിരുന്നല്ലോ. അത് കണ്ടു. അതിനാലാണല്ലോ മരണപ്പാശിൽ പാഞ്ഞെത്തിയത്. എന്തായാലും കണ്ട കാഴ്ച കൊള്ളാം. നീ വേറൊരുത്തിൻ്റെ കൂടെ കോഫി കുടിക്കുന്നു, അതും ചിരിച്ച് സന്തോഷത്തോടെ. വെരി ഗുഡ്. സഞ്ജു വേണ്ടാത്ത പറയുന്നു. എന്നെ പറ്റി ഇത്ര ചീപ്പായി ചിന്തിക്കാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു? അതേടി, ഞാൻ ചീപ്പാണ്, സമ്മതിച്ചു. നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇവിടെ അതിന് മാത്രം എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ലല്ലേ? ആരാവൻ? അത് ജ്യോതിഷ്, ഒരു ബിസിനസ്മാനാണ്. ആഹാ, ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. സഞ്ജു പ്ലീസ്, ഞാൻ പറഞ്ഞു കാര്യറിയാതെ സംസാരിക്കരുതെന്ന്. ഇനി ഒന്നും അറിയണ്ട, ഞാൻ പോട്ടെ. അതേടാ, നീ പോയിക്കോ, അതാ നല്ലത്. ഇത്രയും നാളായിട്ട് നിനക്കെന്നെ മനസ്സിലായിട്ടില്ല അല്ലേ? കണ്ടമാരുടെയൊക്കെ കൂടെ കറങ്ങിയെടുക്കുന്ന ഒരു പെണ്ണാണ് ഞാൻ. അതല്ലേ നീ ഉദ്ദേശിച്ച്? നീ വിളിക്കുമ്പോഴൊക്കെ എങ്ങോട്ടാ എന്തിനൊന്നും ചോദിക്കാതെ കൂടെ വരുന്നുണ്ടല്ലേ നീ അങ്ങനെ ചിന്തിച്ച്? എൻ്റെ തെറ്റാ. ഇത്രയും ദിവസം നിന്നെ വിളിക്കാതെയും കാണാതെയും ഞാൻ എത്ര വിഷമിച്ചെന്നറിയും. ഫോൺ വീട്ടിലായിപ്പോയി. നിന്റെ നമ്പർ കാണാതെ അറിയുമല്ലേ. എന്നാലും നീ വരും ആശ്വസിപ്പിക്കുന്ന കൊതിച്ചിരുന്ന. എന്നിട്ടിപ്പം കരച്ചിൽ അവളുടെ വാക്കുകൾ വിഴുങ്ങി. നീ പൊയ്ക്കോ സഞ്ജു, വന്നതിന് പറഞ്ഞതിനൊക്കെ ഒത്തിരി നന്ദി. അവൾ തിരിഞ്ഞോക്കാൻ നടന്നു. അകത്തേക്കായിരുന്ന വഴി ജ്യോതിഷ് പകച്ചു നിൽക്കുന്നുണ്ട്. അവൾ അവനെ ദഹിപ്പിക്കുന്ന പോലെ ഒന്ന് നോക്കി അകത്തേക്ക് കയറിപ്പോയി. എപ്പോഴാ വീട്ടിൽ പോകാൻ കഴിയുമെന്ന് ഡോക്ടറോട് ചോദിച്ചോ? 2 ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞമ്മേ. ഇനി കുറച്ച് നാൾ ഞാൻ എൻ്റെ മോൾക്കൊരു ബാധ്യതയായി അല്ലേ? അങ്ങനെയൊന്നും പറയല്ലേ. അന്ന് ബോധം കേട് മുമ്പ് ഒരേ ഒരു ചിന്ത എനിക്കുണ്ടായുള്ളൂ. ആ വീഴ്ചയിൽ ഞാൻ മരിച്ച നിന്റെ അവസ്ഥ. അതൊക്കെ പോട്ടെ അമ്മ, ദൈവാനുഗ്രഹം കൊണ്ടൊന്നും സംഭവിച്ചില്ലല്ലോ. അപ്പോഴാണമ്മ അവിടെ കലങ്ങിയ കണ്ണുകൾ കണ്ടത്. നീ എന്തിനാടി കരഞ്ഞേ? അമ്മ വെപ്രാളത്തോടെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല പെണ്ണെ, വെറുതെ എന്നെ ടെൻഷനാക്കാതെ കാര്യം പറ. ഒരുപാട് കാര്യം പറയാനുണ്ടായിരുന്നു, പക്ഷേ ഇനി അതിൻ്റെ ആവശ്യം വരുമെന്ന് തോന്നില്ല. അമ്മ ഡിസ്ചാർജായി വീട്ടിലെത്തിയിട്ട് കുറച്ച് ദിവസമായി. സഹായത്തിന് ആരുമില്ലാത്തതിനാൽ പ്രതീക്ഷ ജോലി വിട്ടു. അമ്മയെ പരിചരിച്ചുകൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കി. അമ്മയ്ക്ക് ഭേദമായി കഴിഞ്ഞ ശേഷം വേറെ ജോലി തേടാമെന്ന് അവൾ തീരുമാനിച്ചു. സഞ്ജു പലതവണ വിളിച്ചു, പക്ഷെ അവൾ എടുത്തില്ല. വാട്സാപ്പിൽ നോട്ടിഫിക്കേഷൻ കുമിഞ്ഞുകൂടി. അവൾ ഫോൺ തൊട്ടതേയില്ല. വീട്ടുജോലികളിൽ അമ്മയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവൾ നാളുകൾ തള്ളി നീക്കി. ഒരു ദിവസം തൻ്റെ റൂമിലെ ഫാൻ തുറച്ച് വൃത്തിയാക്കിയിരുന്നു പ്രതീക്ഷ. കട്ടിലിൽ കസേര വെച്ച് അതിന് മുകളിൽ കയറി എത്തി വലിഞ്ഞ് ഫാൻ തുറക്കവേ ആരോ അമ്മയോട് സംസാരിക്കുന്ന അവൾ കേട്ടു. ഒന്നുകിൽ അയൽക്കാർ, അല്ലെങ്കിൽ കല്യാണാലോചനയുമായിട്ട് ബ്രോക്കർ നാരായണൻ. വേറെ ആരും വരാനില്ല. അവളെ കല്യാണം കഴിക്കാൻ ഞാൻ കുറേ നിർബന്ധിച്ച, പിന്നെ അങ്ങ് നിർത്തി. ഇനി എപ്പോൾ അവൾക്ക് തോന്നുന്നു അന്നേ ആലോചിക്കുന്നുള്ളൂ. ഇത് ബ്രോക്കർ തന്നെ, അവൾ ഉറപ്പിച്ചു. മോളെ ഒന്നിങ്ങ് വന്നേ, അമ്മ വിളിക്കുന്നു. അവൾ കട്ടിലിൽ നിന്നിറങ്ങി. ഫാൻ തുടക്കാൻ ഉപയോഗിച്ച തുണി ചുമലിട്ട് ഹാളിലേക്ക് ഇറങ്ങി. അതിഥികളെ കണ്ട് അവൾ ഞെട്ടിപ്പോയി.